അതിനധികം പരിചയം ഉണ്ടാകത്തില്ല. പിന്നെ ഇവിടെ അർജുൻ, ഫസൽ, ദേവൻ എന്ന് പറഞ്ഞിട്ടാണ് 3 പേര് പറഞ്ഞത്. അതിൽ ഫസൽ വലിയ എഫോർട്ടൊന്നും എടുക്കാത്തൊരു വ്യക്തിയാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ എടുത്ത് ചെക്ക് ചെയ്ത് ജസ്റ്റ് നോക്കാന്നല്ലാണ്ട് ഞാൻ അധികം കാര്യമായിട്ടൊന്നും അതിന് ചെയ്തിട്ടില്ല. എല്ലാം അർജുനും ജയദേവനും വിമലുണ്ട്. പിന്നെ ഒരുപാട് പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ആൾക്കാരെയൊക്കെ ആ കമ്മ്യൂണിറ്റിയിലൂടെ അറിയാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മുഖേനയാണ് ഈ കമ്മ്യൂണിറ്റി ഇത്രയും ഒരു വിജയമായി വന്നത്. ആദ്യം ഈ നേരത്തെ പോലെ ഞാൻ ഇതിനെ പരിചയപ്പെടുന്നത് എൻ്റെ ഒരു കസിൻ മുഖേന ഒരു വെഡിങ് പ്രോഗ്രാമിൽ വെച്ചിട്ടാണ്. അന്നോട്ട് വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, വീടിൻ്റെ പേരിലൊരു ഓർക്കിഡ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് ഡെഡായി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് തുടക്കത്തിലുള്ള ആ ഒരു എഫോർട്ട് പിന്നീട് എടുക്കാണ്ടാവുകയും ജസ്റ്റ് ആ ഒരു നെയിം സിക്കിന് വേണ്ടി മാത്രം തുടങ്ങിയ കമ്മ്യൂണിറ്റിയായി മാറി. അപ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി ഞാൻ ചെക്ക് ചെയ്യുന്നതും അതിലെ മെമ്പേഴ്സ് ഡേ ബൈ ഡേ കൂടി വരികയാണ്. ആ മെമ്പേഴ്സ് കൂടുക എന്നുള്ളതിലല്ല, അതിലുള്ള ഫോറത്തിലുള്ള ടോപ്പിക്സ് ഒരുപാട് കൂടി വരുന്നുണ്ടായിരുന്നു. അതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പിന്നീട് പറയാനും ഈ കമ്മ്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യാന്നുള്ളൊരു രീതിയിലേക്ക് നിന്നത്. ഇതിൽ സാധാരണ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് അതിൽ വന്ന് ആഡ് ചെയ്യുകയും അവരുടേതായിട്ടുള്ള ടോപ്പിക്സ് പോസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നൊരു പ്രവണത ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ ഓണേഴ്സ്, മോഡറേറ്റേഴ്സ് എല്ലാം അവർ ഫിക്സ് ചെയ്ത് ഒരു റൂള് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു പോളിസി എല്ലാം ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ചാണ് എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഒരു നടത്തിപ്പ് ഉണ്ടായിരുന്നത്. പോകുന്നൊരു വ്യക്തിയാണ്. 20,000 മെമ്പേഴ്സ് ആയിരുന്ന ടൈമിൽ ഈ കമ്മ്യൂണിറ്റി ഏതാണ്ട് ഒരു ഡെഡെന്നല്ല, ഒരു മെച്യൂരിറ്റി ലെവലിലൊക്കെ ഒരു സ്റ്റേജ് ആയിരുന്നു. പക്ഷേ മല്ലവാടിയിൽ നിന്ന് ഈ ഫിലിം ഇറങ്ങിയതിന് ശേഷം ഡെയിലി ഒരു 200ഓളം മെമ്പേഴ്സ് ആഡ് ചെയ്ത് വരുന്ന ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ മലവാടി ഒരു 50 days ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ 25,000 മെമ്പേഴ്സ് എത്തി. ഇപ്പോൾ 28,000ഓളം മെമ്പേഴ്സായി. സാധാരണ ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒരു സ്ട്രെങ്ത് കാണിക്കാവുന്ന ഒരു യൂണിയനായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇതിൽ ലോകത്തുള്ള ആൾക്കാർ ഒരുപാട്, ഇപ്പോൾ ഇതിലെ മെയിൻ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ജയദേവൻ UAE-ലാണ്. ദെൻ ബാക്കിയിലെല്ലാം എബ്രോഡുള്ള ആൾക്കാരാണ്. പിന്നെ അത് ഒരിക്കലും 26,000 അല്ലെങ്കിൽ 28,000 ക്രൗഡ് ഇവിടെ കാണാത്തത് മിക്ക ആൾക്കാരും പുറത്തുള്ളതുകൊണ്ടാണ്. ഒരിക്കലും അവർക്ക് ഇത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടോ മറ്റുമല്ല. പിന്നെ വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യം, രാവിലെ അർജുൻ വിളിച്ച് പറയണ്ടേ, കുറച്ച് പേര് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്, ട്രിവാൻഡ്രത്തിൽ നിന്ന് പോകുന്നുണ്ട്, ഇവിടെ കൊച്ചിയിൽ മഴയുണ്ട്, ഇപ്പോഴും മഴയൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത്രയും എഫേർട്ട് എടുത്ത് വിനീതിനെയും മലവാടി കൊടുത്ത് സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ആ ഒരു ജെന്യൂൻ എഫേർട്ട് എടുത്തുകൊണ്ട് വരുന്ന ഉള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ വിനീതിനെ കുറിച്ചൊരു പേഴ്സണൽ ആയിട്ട് എനിക്ക് പറയാൻ, എൻ്റെ ഒരു ബിഗ് ബ്രദറായിട്ടാണ് ഞാൻ കാണുന്നത്. ശകാരിക്കാനും ഉപദേശിക്കാനും ഒക്കെ എപ്പോഴും എൻ്റെ കൂടെയുള്ളൊരു ബ്രദറാണ് അദ്ദേഹം. എൻ്റെ ഒരു ഞങ്ങളൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹമായിട്ട് എനിക്ക് ചില കാര്യങ്ങളിൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് കുറച്ച് അകന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പ്യൂർലി എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് കൊണ്ട് വന്നിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഞാനത് റിയലൈസ് ചെയ്തു. എനിക്ക് പക്ഷെ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വേറെ ഒന്നും ചെയ്ത് ജസ്റ്റ് വിനീതനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ചേട്ടൻ എന്താ വെച്ചാൽ അത് ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് ആ കോള് ഞാൻ ഡ്രോപ്പ് ചെയ്തൊരു 10 മിനിറ്റിനുള്ളിലേക്ക് ആ ഒരു വ്യക്തിയുടെ കോള് വരികയും ഇപ്പോൾ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിലെ ഒരാളായിട്ട് അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ റിലേഷൻ അതിലും വളരെ ഹെൽത്തി ആയിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു പേഴ്സണൽ ഷെയറിംഗ് ആണ്. ഒരുപക്ഷെ വിനീതനെ അത് ഓർമ്മയുണ്ടാകത്തില്ല. പിന്നെ ഇതിൽ ഇന്നിപ്പോൾ വിനീതൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുള്ള 2-3 ആൾക്കാരുണ്ട്. അതിലൊന്ന് നിങ്ങൾക്കറിയാം, ഷാൻ റഹ്മാൻ. അദ്ദേഹം കുറച്ച് പേഴ്സണൽ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ വേറെ കുറച്ച് പേര് കേരളത്തിന് പുറത്തുണ്ട്. അവരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് എന്നുള്ളത്, ഈ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു വ്യക്തി ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നോബൽ തോമസ്.
ഇതിന് എപ്പോഴും വിനീതിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ വിനീതിൻ്റെ ഏതൊരു പ്രോജക്റ്റ് ഉണ്ടായി കഴിഞ്ഞാലും വിനീതിൻ്റെ ഒരു പ്രോജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫുൾ ഒരു ഫ്രണ്ട് സർക്കിൾ എപ്പോഴും വിനീതിൻ്റെ കൂടെ ഉണ്ടാവും. ആ ഒരു ഫ്രണ്ട് സർക്കിൾ എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിനീതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും. ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വിനീതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കരുതുന്ന ഒരു വ്യക്തിയാണ്. കാരണം വിനീത് ഏതൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൽ കൂടെ നിൽക്കുന്ന വിനീതിൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ മലർവാടിയുടെ ഓരോ റിലീസ് ചെയ്തതിന് മുമ്പോട്ടുള്ള തന്നെ ഓരോ കാര്യത്തിലും വളരെയധികം സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. ഈവൻ ഇവിടെ ഫസ്റ്റ് ഒഫീഷ്യൽ ആർട്ടിക്കിൾ മനോരമയിൽ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലെങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ടായിരുന്നു. മലർവാടി തന്നെ ഓരോ ഫസ്റ്റ് ആർട്ടിക്കിൾ വരുന്നത്, ഇവരെ കുറിച്ചുള്ള ഫസ്റ്റ് ആർട്ടിക്കിൾ ചിത്രഭൂമിയിലും മറ്റ് മാഗസിൻസിലൊക്കെ വരുന്നത്, പിന്നെ ഓരോ പോസ്റ്റുകളും ഇതെല്ലാം വരുന്നത് തന്നെ വളരെയധികം സന്തോഷത്തോടെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഇതിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. ഒരു 20,000 മെമ്പേഴ്സ് ആയിട്ട് ടൈമിൽ ഒരു ഹാക്കിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. കമ്മ്യൂണിറ്റി ഹാക്ക് ചെയ്യപ്പെട്ടു. അത് വേറെ കുറച്ച് കമ്മ്യൂണിറ്റീസ് ആയിട്ട് റീനെയിം ചെയ്തു. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ടൈമിൽ അർജുൻ കുറച്ച് ഒഫീഷ്യലായിട്ട് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാന്ന് പറഞ്ഞു പോയിട്ട്, ബാക്കി എനിക്ക് ഉറപ്പാണ് ബാക്കി ആരെന്തായാലും ഇത് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്ത് അത് വേഗം ആ കമ്മ്യൂണിറ്റി തിരിച്ചെടുക്കാനേ പറയത്തുള്ളൂ. പക്ഷെ വിനീത് അർജുനെ അഡ്വൈസ് ചെയ്തതും എന്നോട് അർജുനോട് പറയാൻ പറഞ്ഞിട്ടുള്ള കാര്യം, അർജുനെ ഇതിലധികം ഇൻവോൾവ് ചെയ്യിക്കരുത്. കാരണം അർജുൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ അതിൽ കവിഞ്ഞ് ഇൻട്രസ്റ്റ് എടുക്കുകയും അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു സാക്രിഫൈസിന് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് എന്നുള്ളൊരു എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. പക്ഷെ അവരിൽ നിന്നൊന്നും ഞാൻ കേൾക്കാത്ത ഒരു മറുപടിയാണ് ഇതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവരും വന്നിട്ടുള്ളത് മലർവാടി കൂട്ടുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനാണ്. ആ ഇൻട്രാക്ഷൻ നടക്കട്ടെ. എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഇങ്ങനെ രണ്ടു വാക്കുകളോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ജയദേവൻ ആൻഡ് അർജുൻ അവരാണ് മെയിനായിട്ട്. ബസറിയിൽ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ വിമലായിട്ട് എനിക്ക് മെമ്പേഴ്സിന്, കാരണം എല്ലാവരുടെ പ്രൊഫൈൽ പിക്ക് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ നിവിൻ്റെ ഫോട്ടോ ഹരിൻ്റെ ഫോട്ടോ ഒക്കെയാണ് കാണുന്നത്. സോ എനിക്ക് ഒരാളെ കണ്ടിട്ട് ഇന്ന ആളാണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ പേര് പറഞ്ഞാൽ എനിക്ക് അറിയാമായിരിക്കും. പിന്നെ ഫസ്റ്റ് ഡേ മലർവാടി റിലീസ് ചെയ്തതിൻ്റെ ഫസ്റ്റ് ഡേ നൈറ്റിൽ ഞാൻ ചെന്നിട്ട് ജസ്റ്റ് നിവിൻ്റെ ആരോ പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്ന് നിവിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റിയിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവരെല്ലാവരുടെ പേരിലും ഓരോ കമ്മ്യൂണിറ്റീസ് വന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം ഇവരെല്ലാം ജസ്റ്റ് ഇൻഡസ്ട്രിയിലോട്ട് എത്തിയിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ തന്നെയും ഇതിനെക്കുറിച്ച് എല്ലാവരും അറിയുകയും എല്ലാവർക്കും ഒരു കമ്മ്യൂണിറ്റീസ് അതിലൂടെ മെമ്പേഴ്സും പോസ്റ്റുകളൊക്കെ വന്നു. അപ്പോൾ എല്ലാ എഫേർട്സിനും നന്ദി പറയാണ്. ബോറാക്കുന്നില്ല. താങ്ക്സ്.